ഇപ്പം ട്രോൺ ബൈക്കാണ്. അപ്പം നമുക്ക് നോക്കാം ഇത് പൾസറിനെ ബീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന്. അതിൻ്റെ പൊസിഷനിൽ നിന്നിട്ടുണ്ട്. ഇതിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. 3, 2, 1 ഗോ. ഓ മൈ ഗോഡ്, ഇതിപ്പോതാ ഓ നോ പൾസറിനെ ബീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. വാവ്, വാട്ട് എ നൈസ്. അത് പൾസറിനെ ബീറ്റ് ചെയ്തിരിക്കുകയാണ്. കാണുന്നതിന് മുമ്പേ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കൂടാതെ നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്ക് കമൻറ്റ് ചെയ്യൂ. ബൈക്കെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്കാണ്. അപ്പം നമുക്ക് അത് നമ്മുടെ ട്രോൺ ബൈക്കിനെ ബീറ്റ് ചെയ്യുമ്പോൾ ഇല്ലയോ നോക്കാം. അയ്യോ, ഏതോ ബൈക്ക് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗൈസ്. അയ്യോ, അത് നമ്മുടെ ട്രോൺ ബൈക്കാണ്. അത് സാറേ, നമുക്ക് നോക്കാം ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്ക് ബീറ്റ് ചെയ്യുമ്പോൾ ഇല്ലയോ എന്ന്. ഇപ്പോൾ ലീഡിങ്ങിൽ നമ്മൾ ട്രോൺ ബൈക്കാണ്. കാരണം ഗോസ്റ്റ് റൈഡറിൻ്റെ ബൈക്ക് നമ്മുടെ ട്രോൺ ബൈക്കിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് നോക്കാമല്ലോ സൈക്കിളിനെ കൊണ്ട് എത്ര നേരം എയറിൽ നിൽക്കാൻ കഴിയുമെന്ന്. നമുക്ക് പതുക്കെ സൈക്കിളിനെ ചവിട്ടി ചവിട്ടി പൊസിഷനിൽ നിർത്താം. ഓക്കെ ഗായ്സ്, സ്റ്റാർട്ട് ചെയ്യാം. സൈക്കിളിന് അത്ര സ്പീഡ് ഉണ്ടാവുള്ളൂ. അയ്യോ, പൊങ്ങിപ്പോന്നാ. അയ്യോ അയ്യോ, സൈക്കിൾ എയറിൽ പറക്കുന്നോ? ഇതെങ്ങനെ? നമ്മൾ റാമ്പിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ സൈക്കിൾ എയറിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഹൗ ഇറ്റ് ക്യാൻ ബി? സൈക്കിൾ ഇത് ആകാശത്തേക്ക് ചവിട്ടുന്ന ഇതെങ്ങനെ സംഭവിക്കുന്നു? എനിക്ക് താഴേക്ക് നോക്കാൻ പറ്റുന്നില്ല ഗൈസ്. 1 hour later. ഗൈസ്, ഇത് എത്ര നേരം ഞാൻ എയറിൽ നിൽക്കുന്നു? ഞാൻ ഇനി ഒരു സ്പേസിലേക്കായിരിക്കും വന്ന് പോന്നു. ഗൈസ്, ഞാൻ താഴേക്ക് ജമ്പ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ. അയ്യോ ഗൈസ്, ഞാൻ ഇത്രയും ഹൈറ്റിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അതെങ്ങനെ? ഗൈസ്, ആ സൈക്കിൾ പറഞ്ഞ സത്യം തന്നെയാണ് കേട്ടോ ഗൈസ്. നമ്മൾ കുറേ നേരം എയറിൽ നിൽക്കുന്നു. ഗൈസ്, ഞാൻ താഴേക്ക് എത്താനായി തോന്നുന്നു. ഗൈസ്, ഞാനിപ്പോൾ ഡെഡായി പോവും.